ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മളെ അൻവർ സാദത്ത് MLA എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ സംരംഭം കൊണ്ട് ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോഴേ അവിടുന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, തിരിച്ചു കിട്ടുന്ന സപ്പോർട്ടാണ് ആ സംരംഭകന്റെ വിജയം. അപ്പൊ ഞാനിവിടെ ഒരു വർഷമായിട്ട് ഈ ഷോറൂമിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ആവശ്യം പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം MLA കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് വളരെ ഗൗരവത്തോടു കൂടി സാർ അത് എനിക്ക് ക്ലിയർ ആക്കി തന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തായി എൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തോ, എന്ത് തടസ്സം ഉണ്ടെങ്കിലും പറയണം, ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾ അവിടുന്ന് മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്നതാണ്. ഞങ്ങൾ തമ്മിലിപ്പോ നേരിട്ട് കാണും. ഞങ്ങൾ ഫോണിൽ കൂടി കുറെ ഞങ്ങളെ പോലെ ജനപ്രതികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആളെ കാണണമെന്നില്ല, ആളെ മനസ്സിലായ ഞങ്ങൾ അന്വേഷിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരാന്ന് അന്വേഷിക്കും. ഇതൊക്കെ ഞങ്ങളിപ്പോ ഞങ്ങളുടെ നാട്ടിലൊരു സംരംഭം സഫാരി വണ്ടൂർ യോജനത്തിൽ കരിവാർകുണ്ടില് തുടങ്ങിയ സംരംഭം ഇന്നത് ആലുവയിൽ എത്തിയതിനൊപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ പ്രദേശമാണ്, 5 പ്രദേശവും സിസ്റ്റമാണ്. നിങ്ങളുടെ ഒരു വലിയ എഫർട്ട് ഉണ്ടെന്ന് മനസ്സിലായി. കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ആലുവയിൽ സത്യം പറഞ്ഞ ഇപ്പൊ ലക്ഷറി കാറുകളുടെ ഒരു ഹബ്ബായി മാറി. ഒത്തിരി നമുക്ക് നിങ്ങളുടെ അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ നല്ലൊരു കഠിനാധ്വാനികളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്വം എന്താണ്, പുതിയ സംരംഭങ്ങൾ വരിക, ആ സംരംഭങ്ങളോട് നാട്ടിൽ നല്ല ബിസിനസ് ഉണ്ടാകുക, അതിലൂടെ കുറെ ആൾക്ക് തൊഴിലവസരം ഉണ്ടാകാം, അതുപോലെ ആ പൈസ കൊണ്ട് നാടിന്റെ സമ്പദ്ഘടനയെ മാറ്റാൻ സാധിക്കും. അപ്പൊ ഈ പ്രദേശം തന്നെ ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ജനപ്രതിനിധികളായാലും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായാലും പുതിയ സംരംഭങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ഔദാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇനി സപ്പോർട്ട് ഉണ്ടാകും. പക്ഷെ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാകും. നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളത് അത് നിലനിർത്തിക്കൊണ്ട് എല്ലായിട്ടും നടക്കുന്ന ആളുകളൊക്കെ എന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല മുന്നോട്ട് പോകാൻ എല്ലാ സപ്പോർട്ടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബിസിനസ്സിലൊക്കെ നല്ല വിശ്വാസ്യത ഉണ്ടാക്കാം. അതാണ് ഒരു ബിസിനസ്സിന്റെ ഏറ്റവും വലിയ അഭിവൃദ്ധി. വിശ്വാസം അപ്പൊ നിങ്ങളുടെ ടീമിന് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.